എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാളെ തിങ്കളാഴ്ച ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് ഇപ്പോൾ സ്ക്രീനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 16 ഷെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല വോളിയത്തിൽ നല്ല ഹൈലി പോയ ഷെയർ. നോർമൽ എന്നും പറയുന്നത് തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ഞാനെങ്ങനെ ചെയ്യുന്ന ട്രേഡിംഗ് രീതി മനസ്സിലാക്കാൻ ആ ഒരു ട്രേഡിംഗ് രീതിയെ പറ്റിയുള്ള വീഡിയോ ഞാനിതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. നോർമൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ സെലക്ട് ചെയ്ത ഷെയർ ഓൾറെഡി ഇത് നല്ല വോളിയത്തിൽ നല്ല ഹൈയിൽ പോയ ഷെയർ ആയിരിക്കാം. അപ്പോൾ ഈ ഷെയർ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇന്ന് തലേ ദിവസത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന കണ്ടാൽ നമ്മൾ ചാൻസ് എടുക്കും, സെല്ല് ചെയ്യും. തലേ ദിവസം ഹൈയുടെ താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. അതിനുശേഷം അന്നേരം വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അതുപോലെ തന്നെ ഹൈയുടെ മുകളിൽ കയറി പോയിട്ട് R1 റെസിസ്റ്റൻസിലോട്ട് പോയെങ്കിൽ ഏത് ലെവലാണോ, R1 ആണോ, R2 ആണോ, R3 ആണോ, R4 ആണോ, ഇവിടെ കാണുന്നുണ്ടല്ലോ R1, R2, R3, R4, ഇതിൽ ഏതെങ്കിലും റേഞ്ചിൽ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന കാണുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. പിന്നെ അതിന് ശേഷം നമുക്കൊരു കൺഫേം ട്രെൻഡ് പോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, കൺഫേം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആദ്യത്തെ ഷെയർ R2 പോയിട്ട് R1 വന്നു, R2 പോയിട്ട് R2 ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. അവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പക്ഷേ ഈ ഷെയർ വീണ്ടും താഴോട്ട് പോവുക, ഈ R1നും താഴെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൺഫേം ട്രെൻഡാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ അന്നേരം എൻട്രി എടുക്കരുത്. അപ്പോൾ ഈ രണ്ട് റേഞ്ചിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഒരു ആവറേജ് എങ്കിൽ ആ ആവറേജ് വരുന്ന സമയത്ത് ചാൻസ് എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ആ ഏരിയയിൽ. അപ്പോൾ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഷെയറുകളിൽ നല്ല ചാൻസ് നാളെ തരാൻ സാധ്യതയുള്ളത് ഈ കെംഫാബ് എന്ന് പറയുന്ന ഷെയർ നല്ല ചാൻസാണ്. അതുപോലെ ഈ 20% കയറിയേക്കുന്ന ഷെയറിനകത്ത് ഒരു R1, R2 ഒക്കെ പെട്ടെന്ന് കയറി വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ആ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ അങ്ങ് എൻട്രി എടുത്താൽ മതി, സെല്ല് ചെയ്താൽ മതി. എന്നിട്ട് ആ സമയത്ത് ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ഞാൻ കൂടുതലും നാളെ ശ്രദ്ധിക്കാൻ പോകുന്നത് കെംഫാബ് എന്ന് പറയുന്ന ഷെയർ ആയിരിക്കും. ഇത് ചിലപ്പോൾ ലെവൽ വരാതെ തന്നെ ഇറങ്ങിപ്പോവും. അതാണ് വേറൊരു കുഴപ്പം. നമ്മൾ ലെവൽ വന്നാലേ എൻട്രി ചെയ്യത്തുള്ളൂ. ഞാൻ പക്ഷേങ്കിൽ ലെവൽ വരാതെ എനിക്ക് വീക്ക്നെസ് തോന്നിയാൽ ഞാൻ എൻട്രി ചെയ്യും. ഇതിൽ അതിന് ശേഷം ഈ ആക്ഷൻ കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കാതെ R1 1201 അപ്പം ഈ റേഞ്ചിൽ പോയിട്ട് 1210, 12 ഒക്കെ പോയിട്ട് ഈ 1201 കാട്ടുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. TD പവർ സിസ്റ്റവും എനിക്ക് തോന്നി R2ന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇന്ത്യ ബുൾസ് ഹൗസിങ്, അതും ശ്രദ്ധിക്കുക. അതിനകത്തൊക്കെ നല്ല വോളിയുള്ള ഷെയറുകളാണ്. അപ്പോൾ അതിനകത്ത് നല്ല ചാൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ സാൽസർ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഷെയർ, ഇത് 2-3 ദിവസമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഏത് സമയത്തും താഴെ പോകും. താഴെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. എന്തായാലും ഈ ഷെയർ ശ്രദ്ധിക്കുക. ഇപ്പം 675 മുകളിലോ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കുക. പിന്നെ ഈ ലെവൽ R1, R2 റേഞ്ച് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ R1 റേഞ്ചിലോ R2 റേഞ്ചിലോ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഓപ്പണിങ്ങിലൊക്കെ ഈ റേഞ്ചിൽ വന്ന് കിട്ടുവാണെങ്കിൽ നല്ലതായിട്ട് ഇറങ്ങിപ്പോവും. പെട്ടെന്ന് താഴെ ഇറങ്ങി വരാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ഈ ക്യാപിറ്റൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഷെയർ, ഈ R1 ഏകദേശം 5% മുകളിലാകുമ്പോൾ R1ന് മുകളിൽ ട്രേഡായിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഈ തെർമാത്ത് എന്ന് പറഞ്ഞ ഷെയർ നാളെ ASM ലിസ്റ്റിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പ് ആർക്കും എടുക്കാൻ അത്ര ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ആ ഷെയർ താഴെ പോകാൻ നല്ല ചാൻസ് കൂടുതലാണ്. പക്ഷേങ്കിൽ ലെവൽ വന്നിറങ്ങുവാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. അത് മിക്കവാറും അത് 10% ആക്കി കാണും. അതിൻ്റെ ഒരു സർക്യൂട്ട് ലെവലൊക്കെ 10% ആക്കി കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഷെയറിനകത്ത് ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോൾ ചാൻസ് വരുന്നോ അപ്പോൾ എൻട്രി ചെയ്യുക. അന്നേരത്തെ സ്റ്റോപ്പ് ലോസ് ഇടുക. കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയർസ്. നിഫ്റ്റി വന്നിട്ട് ഇന്നലെ പ്ലസിലായിരുന്നു, ബാങ്ക് നിഫ്റ്റി മൈനസിലായിരുന്നു. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി ആകുമ്പം ഹെവി മൂവ്മെൻറ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്.
ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറിനകത്ത് ഇതായിരുന്നു. നമ്മൾ വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിന് നമ്മൾ എടുത്തിരുന്ന ഷെയർ. ഇതിൽ അന്നും 16 ഷെയർ എടുത്തിരുന്നത്. 16 ഷെയറിൽ നമുക്ക് 9 ഷെയർ നല്ല രീതിയിൽ ചാൻസ് വന്നു. അതിലൊരു കുറച്ച് ഷെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി. ഇതിനകത്ത് ഈ തന്നേക്കുന്ന ഷെയറിൽ നിന്നായിരിക്കും ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. REPL എന്ന് പറയുന്നൊരു ഷെയർ. REPL ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. നമ്മളെന്തോ ചെയ്യുന്നത്, പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കില്ല. ഇറങ്ങിയിട്ട് നേരെ ഇങ്ങ് കയറി പോവുക ചെയ്യുന്നത്. അപ്പോൾ നേരെ കയറിപ്പോയി R1 മുകളിൽ പോയിട്ട് എടുത്തിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ നേരെ ഈ റേഞ്ചിൽ 236-37 റേഞ്ച് എൻട്രി എടുത്തിട്ട് നമ്മൾ 238 അല്ലെങ്കിൽ 40 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഇടും. 3-4 രൂപയുടെ വ്യത്യാസം. അത് 236 36-37 റേഞ്ചിൽ നിന്ന് ഏകദേശം 10 രൂപ ഒരു മണിക്കൂറിൽ തന്നെ തരുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റിലായപ്പോഴത്തേന് 219 വരെ വന്നു. ഏകദേശം 16 രൂപ പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം BF യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഷെയർ. BF യൂട്ടിലിറ്റി ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് വന്നു പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളപ്പോൾ ഈ റേഞ്ചിൽ 876 വരെ എൻട്രി എടുത്താൽ നമുക്ക് 865 സ്റ്റോപ്പ് ലോസ് 10 രൂപയ്ക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. 10 രൂപ മോശമല്ല. എന്നാലും നമ്മളെന്തോ ചെയ്യും, തിരിച്ച് ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഒരു കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കും. 881 നമ്മൾ 876 എടുത്ത് 881 82 സ്റ്റോപ്പ് ലോസ് ഇട്ടു ഒരു 6 രൂപയുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പിന്നെ അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി എന്തോ അടുത്ത ലെവലിൽ പോകുന്നത് നോക്കുക. ഇത് അടുത്ത ലെവലിൽ പോയി അതിന് മുകളിൽ പോയിട്ട് അതിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകുന്നില്ല. പിന്നെ തിരിച്ച് കുറേ നേരം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കയറിപ്പോയി അടുത്ത ലെവലടിച്ചിട്ട് ഇവിടെ ഇറങ്ങിയ സാധനം 935 താഴോട്ട് ഇറങ്ങുമ്പം 35-34 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് നോക്കി 908 ഏകദേശം 27 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി ചെയ്താൽ മതി. ലെവലപ്പം കട്ട് ചെയ്യുന്ന അപ്പോൾ എൻട്രി ചെയ്യുക. അഥവാ സ്റ്റോപ്പ് ലോസ് പോയെങ്കിൽ നമുക്ക് അടുത്ത ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ 6 രൂപ പോയെങ്കിൽ ഇവിടെ 27 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി നമ്മൾ എൻട്രി എടുക്കും. ഇപ്പം 617 എൻട്രി എടുത്തിട്ട് 625 ഹൈ. അപ്പോൾ 650 കൂടെ സ്റ്റോപ്പ് ലോസ് ഇടും. അപ്പോൾ നമ്മൾ 618 റേഞ്ച് എൻട്രി എടുത്താൽ 604 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. 595 വരെ വരുന്നുണ്ട്. ABB ഓപ്പണിങ്ങിൽ നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 അടുത്ത് വരെ പോയി തിരിച്ചിറങ്ങി. നമ്മളിവിടെ വേണ്ടി എടുക്കത്തില്ല. നമ്മൾ ഈ ലെവല് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കും. 5448 എൻട്രി എടുത്താൽ 5361 ഏകദേശം 86-87 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഇതുണ്ടല്ലേ CPRൻ്റെ ഹയർ ലെവലിൽ സപ്പോർട്ട് എടുത്ത് മൂവ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത്, വീണ്ടും എൻട്രി എടുത്താൽ വീണ്ടും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 60-70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഡാറ്റ പാറ്റേൺ എന്ന് പറഞ്ഞ ഷെയർ. ഡാറ്റ പാറ്റേൺ ഓപ്പണിങ്ങിൽ ചെയ്തിട്ടില്ല. ഇവിടെ ഇച്ചിരി കൺഫ്യൂഷൻ അടുപ്പിക്കുന്നുണ്ട് ആൾക്കാരെ. ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ജസ്റ്റ് കട്ട് ചെയ്തു. നമ്മളിവിടെ 2254 കട്ട് ചെയ്താൽ നമ്മൾ അന്നേരം എൻട്രി എടുത്താൽ 2231 ഏകദേശം 23 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇത് പോയി ഹൈ അടിച്ചിട്ട് വീണ്ടും വന്ന് ഇവിടെ ഹൈ അടിച്ചു. പക്ഷേ തിരിച്ച് വീണ്ടും ഈ പ്രീവിയസ് ഡേ ലോ അടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ
നമ്മളിവിടെ അന്നേരം എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഷെയർ ആകുമ്പോൾ നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. പിന്നെ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ എവിടെയെങ്കിലും വന്നിട്ട് ഇറങ്ങുന്നുണ്ടോ. നേരെ ഇത് R1 പോയി R2 പോയിട്ട് ഇറങ്ങി നമ്മളിവിടെ അങ്ങ് എൻട്രി എടുക്കും. ഇറങ്ങുന്ന സമയത്തുണ്ട് 2388 റേഞ്ചിലെടുത്താൽ 2322 ഏകദേശം 60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. വീണ്ടും പോയി ഇത് ഹൈ അടിക്കും. കണ്ടില്ലേ, അടുത്ത് ഇത് ഹെവി മൂവ്മെൻറ്റ്. ഇതിലൊക്കെയുള്ള മൂവ്മെൻറ്റ് ആൾക്കാർ ഒരു പുതിയതായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പണി കിട്ടും, പേടിച്ചിട്ട് അവർക്ക് പണി കിട്ടും. ഇത് വീണ്ടും പോയി ഹൈ അടിച്ചു, തിരിച്ച് എന്ത് ചെയ്യും, വീണ്ടും ഈ ലെവലിന് താഴോട്ടിറങ്ങാൻ നമ്മൾ എൻട്രി എടുക്കും. 2388 എന്നുള്ള ലെവലിൽ എൻട്രി എടുക്കും. ഒരു 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ചിലപ്പോൾ ബുക്ക് ചെയ്യുമായിരിക്കും. ഇത്രയും താഴെ വരുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യും. പക്ഷേ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കുന്നുണ്ട്. വീണ്ടും ഹൈ അടിച്ചിട്ട് അടുത്ത ലെവലിലോട്ട് പോകുന്നില്ല. പക്ഷേ വീണ്ടും ഇവിടെ കട്ട് ചെയ്തു 2388 വീണ്ടും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹൈ ആണ്. എൻട്രി എടുക്കേണ്ടവർക്ക് സ്റ്റോപ്പ് ലോസ് ഹൈ ആണെങ്കിൽ കൂടുതലും കഴിവ് ഒഴിവാക്കുക. എൻട്രി എടുക്കുന്നവർക്കാണെങ്കിൽ 2387 എന്ന് 2344 ഏകദേശം 44 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അവിടെ വരുന്നുണ്ട്. അതിനുശേഷം തിരുമലൈ കെമിക്കൽ ഇതുപോലെ തന്നെ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടെ ഇറങ്ങി 268 എൻട്രി എടുത്താൽ നമുക്ക് 259 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും ഇത് ആവറേജ് പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി പോകുമായിരുന്നു ചെയ്തിട്ടുള്ളത്. അതിനുശേഷം NCC എന്ന് പറയുന്ന ഷെയർ ഫ്ലാറ്റ് ഓപ്പണിങ് മൈനസിൽ പോയി നേരെ പോയി R2 വരെ പോയിട്ട് തിരിച്ചിറങ്ങി. R2 മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്താൽ 259 എൻട്രി എടുത്താൽ 259 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും അവിടെ വരുന്നുണ്ട്. അവിടെ പോയിട്ട് ഒരു 6 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് വീണ്ടും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹെഗ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇവിടെ എൻട്രി എടുത്തു. 1748 എടുത്താൽ നമുക്ക് 1725 വരെ വരുന്നുണ്ട്. അപ്പോൾ 20 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നു. പക്ഷേ വീണ്ടും പോയി ഹൈ അടിച്ചു നമ്മൾ താഴോട്ടാണ് വന്നത്. താഴോട്ട് വീണ്ടും എൻട്രി എടുക്കുക. 1749 റേഞ്ച് എൻട്രി എടുത്താൽ 1730 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ആ റേഞ്ചിൽ തന്നെ നിന്ന് ട്രേഡ് എടുക്കുമായിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിന് ചാൻസ് വന്ന ഷെയറുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളത്തെ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. നാളത്തേനുള്ള ഷെയറുകൾ ഇതാണ്. ഇതിൽ നമ്മൾ പറയുന്ന രീതി വരുവാണെങ്കിൽ ട്രേഡ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.